ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട കോൺഗ്രസ് ഏറ്റെടുക്കരുതെന്ന് ബിജെപി പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ. ബിജെപി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീർഘകാലമായിട്ട് നൂറ്റാണ്ടുകളായി നടക്കുന്ന കിഴക്കൻ ഏറനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ ഉത്സവമാണ് വേട്ടേക്കരൻ്റെ കളംപാട്ട്. ഈ കളംപാട്ടിൻ്റെ ചരിത്രമെന്നുള്ളത് നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. ഇവിടെ നിലമ്പൂർ പോലെയുള്ള ഒരു പ്രദേശം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും വളരെ സാഹോദര്യത്തോടുകൂടി സൗഹൃദത്തോടുകൂടി വസിക്കുന്ന, നല്ല രീതിയിൽ സാമൂഹ്യ സമരസത നിലനിൽക്കുന്ന, നല്ല ഐക്യം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് മുൻകാലങ്ങളിൽ നമുക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളെയും നമുക്കുണ്ടായ പ്രയാസങ്ങളെയും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് ഈ രാജ്യം ലോകത്തിൻ്റെ ഏറ്റവും വലിയ വികസിത രാജ്യമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സമൂഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ സമരസതകളെ തകർക്കുന്ന രീതിയിൽ, ഒരു വിഭാഗമായിട്ടുള്ള ജനങ്ങളെ വേദനിപ്പിക്കുന്ന, അവരുടെ വികാരങ്ങളെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു വിഭാഗം ആളുകൾ നേതൃത്വം നൽകുന്നു. ആ നേതൃത്വം നൽകുന്ന ആളുകൾ കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് വളരെ ഖേദകരമായിട്ടുള്ള കാര്യം. കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MLA ആയിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തും അടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന വേദിയിലാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചിത്രം വെച്ചുകൊണ്ട് അദ്ദേഹം ഏറനാട്ടിൽ വാൾത്തലപ്പ് കൊണ്ട് നടത്തിയ പോരാട്ടങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള വലിയ സംഗീത ദിശ അവതരിപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ എന്നിട്ട് പറയുകയാണ്, മുൻകാലങ്ങളിൽ നിലമ്പൂർ കോവിലകം ഒരു നൂറ്റാണ്ട് മുൻപ് 1921 ആക്രമിക്കപ്പെട്ട സ്ഥലമാണ് നിലമ്പൂർ കോവിലകം. ആ ആക്രമണത്തിൽ 16 ആളുകളാണെന്ന് കൊല്ലപ്പെട്ടുള്ളത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടു. ഇതൊക്കെ ചരിത്രത്തിൽ വിസ്മരിച്ചു പോകേണ്ടതാണ്. ഇതൊന്നും വീണ്ടും ഓർമ്മിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല. പക്ഷേ അതേ നിലമ്പൂർ കോവിലകത്തിൻ്റെ പരദേവതയായിട്ടുള്ള കുലദേവതയായിട്ടുള്ള വേട്ടേക്കരൻ്റെ ഉത്സവത്തിൽ, ആ ഉത്സവത്തിനെ കളംപാട്ടെന്നാണ് പറയുന്നത്. അതിനെ കച്ചവടവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ അത് പാട്ടുത്സവം നന്നാക്കി, അത് കോടതിപ്പടിയിൽ അതൊരു ഫെസ്റ്റാക്കി നടത്തും. അതിനൊന്നും നമുക്ക് എതിർപ്പില്ല. ആളുകൾ വരട്ടെ, സംഗീതം ആസ്വദിക്കട്ടെ, ഇതൊക്കെ ആവട്ടെ. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രദേശത്തെ, ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അസംഘടിതരായിട്ടുള്ള ആളുകൾ, അവരുടെ വികാരങ്ങൾ കൂടി